സ്വപ്നങ്ങളെ നമുക്ക് അനുയോജ്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ, നമുക്ക് ആവശ്യമുള്ള സ്വപ്നങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ളൊരു വിദ്യയൊക്കെ ഉണ്ട്. ഷടാധാര പ്രാണവിദ്യയിൽ അത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. സിദ്ധികൾ ഈ സാധനയുടെ വഴിയിൽ നമുക്ക് ഇട്ട് തരുന്ന മിഠായികളാണ്. ഒന്നിലും കയറി കൊത്തരുത്. 4 മുസ്ലിം കുട്ടികളെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവരോട് നിങ്ങളിപ്പോൾ ശബരിമലയ്ക്ക് നോയമ്പെടുത്തിട്ട് മല കയറിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. വേറെ ഒന്നും അദ്ദേഹം ഇൻസ്ട്രക്ഷൻ കൊടുത്തില്ല. ഈ 4 കുട്ടികളും ശരണം വിളിക്കാൻ തുടങ്ങി. എന്നാൽ ആത്മാവിനെ വിളിച്ചു വരുത്തുക എന്നുള്ളത് അസംഭാവ്യമല്ല. ആത്മാക്കളുണ്ട്. അത് കാണണമെങ്കിൽ നമ്മുടെ സാധാ കണ്ണുകൊണ്ടല്ല അത് കാണുക. മരണം അത്രയും ആനന്ദകരമാണെന്ന് പറയാനാണ് ഗുരുനാഥൻ അത് അവിടെ പോയവർ പിന്നെ തിരിച്ചു വന്ന് പറഞ്ഞിട്ടില്ല. തീവ്രമായിട്ട് അള്ളിപ്പിടിച്ച് വാദിക്കുക എന്ന് പറഞ്ഞാൽ തീവ്രവാദം തന്നെയാണ്. ആദ്യമായിട്ടാണ് അങ്ങനെ കേൾക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ പിടിച്ച മയലിന് 3 കൊമ്പ് എന്ന് പറയുന്നതാണ് തീവ്രവാദം. ശരിയാണ്, തീവ്രമായി വാദിക്കുക. അത്രയും അതിന് അർത്ഥമുണ്ട്. ഒരു ബുക്ക് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ യോഗാനന്ദ പരമഹംസന്റെ ആണെങ്കിലും അല്ലെങ്കിൽ നിർമ്മലാനന്ദഗിരി സ്വാമിയുടെ ഒക്കെ ആണെങ്കിലും ഓരോ തവണ വായിക്കുമ്പോഴും നമ്മൾക്ക് വ്യത്യസ്തമായ അറിവുകൾ കിട്ടിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ ജീവന്റെ ക്വാളിറ്റി ഉയരുന്നതിനനുസരിച്ചാണോ? അറിവുകൾ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ കുട്ടിക്കാലത്തെ എൻ്റെ ഒരു സ്കൂൾ അധ്യാപകൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പിന്നീട് എനിക്കത് ആ വസ്തുത ശരിയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. എല്ലാ മനുഷ്യനും എല്ലാ അറിവുകളോടും കൂടിയാണ് ഭൂമിയിൽ വരുന്നത്. പിന്നീട് നമ്മൾ നമ്മുടെ പരിസ്ഥിതിയിൽ നിന്ന്, അത് ഗുരുക്കന്മാരിൽ നിന്നായാലും സഹപാഠികളിൽ നിന്നായാലും മാതാപിതാക്കളിൽ നിന്നായാലും അനുഭവങ്ങളിൽ നിന്നായാലും നമ്മൾ വേറെ ചില പാഠങ്ങൾ അതിലേക്ക് കയറ്റി വെക്കുകയാണ്. എന്നിട്ട് യഥാർത്ഥത്തിൽ അടിസ്ഥാന പാഠം മറന്നു പോവുകയാണ്. അജ്ഞാനം വളരെ മഹത്തരാണ്. അതായത് നമ്മുടെ ബോധമനസ്സിലുള്ള അറിവുകളേക്കാൾ വലിയ അറിവുകൾ നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്നുണ്ട്. ആ അറിവുകളെ തട്ടി ഉണർത്തുക എന്നുള്ളതായിരിക്കണം എല്ലാ അറിവുകളും നേടാനുള്ള മാർഗം. ഇപ്പോൾ ഒരാൾ ഒരു വിദ്യയിൽ വളരെ പ്രഗത്ഭനായി മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വിദ്യ ഓൾറെഡി അയാളുടെ ഉള്ളിലുണ്ട്. a+b² = a² + 2ab + b² എന്ന് നമ്മൾ പഠിക്കുമ്പോൾ ആ അറിവ് നേരത്തെ അവിടെ ഉണ്ടായിരുന്നു. ആ അറിവ് ശേഖരിച്ചു വെച്ചിട്ടുള്ള കോശങ്ങളിലേക്ക് ഒരു ഇലക്ട്രിക്കൽ പൾസ് ചെന്ന് അതിനെ ഉണർത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ അധ്യാപകൻ. ശരിയാണ്. അങ്ങനെ പ്രപഞ്ചത്തിലുള്ള എല്ലാ അറിവുകളും ഈ സഹസ്ര പത്മതലത്തിലുണ്ട്. 1000 കോടി സെല്ലുകളിൽ അത് പ്രപഞ്ചത്തിൻ്റെ ഒരു മിനിയേച്ചറാണ്. അപ്പോൾ ആ ഒരു പ്രപഞ്ചത്തെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വന്തം തലച്ചോറിനെ ആരാധിച്ചാൽ മതി. നിങ്ങളിപ്പോൾ ആധുനിക ഈ സയൻസിൻ്റെ ഈ പിക്ചറുകളിലൊക്കെ നാസയുടെ ഒക്കെ പിക്ചർ എടുത്തിട്ട് പ്രപഞ്ചത്തിൻ്റെ ചിത്രം, പിക്ചർ ഓഫ് യൂണിവേഴ്സ് ഒക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാം ഒരു വെബായിട്ടുള്ള ഒരു കാര്യം കിട്ടും. വല പോലത്തെ ഒരു ഫോട്ടോ ആണ് കിട്ടുക. ഇതേ ചിത്രം തന്നെയാണ് തലച്ചോറിൻ്റെ സ്കെച്ച് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ ഇത് എല്ലാം ഓരോ ഗ്രഹവും പരസ്പരം കണക്റ്റഡ് ആണ്, ഓരോ ആറ്റങ്ങളും പരസ്പരം കണക്റ്റഡ് ആണ്. അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ തലച്ചോറും. ഒരു സെല്ല് മറ്റൊരു സെല്ലിനോട് 1-to-1 കറസ്പോണ്ടൻസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എല്ലാ സെല്ലുകളും എല്ലാ സെല്ലുകളോടും റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് സെല്ലിലെ അറിവിനെയാണോ ഒരാൾ ഉണർത്തി തരുന്നത് ആ സെല്ലിലേക്ക് ഉടനെ ഒരു പൾസ് പോവുകയും അവിടെ ആ അറിവിനെ പുറത്തെടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളത് പഠിച്ചു എന്ന് തോന്നുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ സാറ് പറഞ്ഞില്ലേ നമ്മൾ അതൊരു ചെറിയൊരു ഇത് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ഒരു 4ാം ക്ലാസ് വരെയൊക്കെ പഠിച്ച ഗുരുക്കന്മാർ അവർക്ക് അത്ര പോലും വിദ്യാഭ്യാസം ഉണ്ടാവില്ല, പക്ഷെ അവർക്ക് എല്ലാ ഭാഷകളും കൈകാര്യം ചെയ്യാൻ പറ്റും. അവരെവിടെയും പോയി പഠിക്കുന്നില്ല, എന്നിട്ട് പോലും ഇത്രയും ലാംഗ്വേജസ്. അത് ശരിക്കും ഇങ്ങനെ സംഭവിക്കുന്നതല്ലേ? അത് ധ്യാനത്തിലൂടെ അവർക്ക് കിട്ടുന്നതാണോ? നമുക്ക് ലോകത്തെവിടെയും സഞ്ചരിക്കാതെ, അമേരിക്കയ്ക്ക് പുറത്തു പോവാതെ ലോകത്തിൻ്റെ ജിയോഗ്രാഫി കംപ്ലീറ്റ് എഴുതി വെച്ച ആളുകളുണ്ട്. അത്ഭുതമല്ലേ? അതേപോലെ നമുക്ക് ധ്യാനത്തിലൂടെ യാത്ര ചെയ്തിട്ട് പല കാര്യങ്ങളും നേടാൻ കഴിയും. അത്തരം ചില അനുഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഷെയർ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ സർ? ഷെയർ ചെയ്യുന്നതിലുള്ള
ദോഷം എന്താന്ന് വെച്ചാൽ പരിഹസിക്കും, അറിയാത്തവർ, അറിവില്ലാത്തവർ, ഇതിനെപ്പറ്റി ഒട്ടും ഒരു ഗന്ധമില്ലാത്തവർ അത് കേൾക്കുമ്പോൾ വീരവാദമായിട്ടും അതെ അതെ തോന്നുവടിയായി എന്നൊക്കെ പക്ഷെ പറഞ്ഞിട്ട് ഇഷ്ടപ്പെടുന്നവന് അതൊരു പ്രചോദനമാവും. അതെ, ഇഷ്ടപ്പെടുന്നവർക്ക് അവരോട് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. പങ്കുവെക്കാവൂ എന്നുള്ളതാണ്. അപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നതിൽ കുറെ അസാംഗത്യമുണ്ട്. തീർച്ചയായിട്ടും ശരിയാണ് സർ, കുറെ അസാംഗത്യമുണ്ട്. അതെ പക്ഷെ അത്തരം ധാരാളം അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആ അനുഭവങ്ങളിൽ നിന്ന് ഗുരുനാഥൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് നമുക്ക് ഷഡാധാര പ്രാണവിദ്യ എന്നൊരു സാധനാ രീതി രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റിയത്. ഇപ്പോൾ ഞാൻ എൻ്റെ ചികിത്സയ്ക്ക് വരെ ആ ഒരു ധ്യാന രീതിയാണ് ഉപയോഗിക്കുന്നത്. ഓ ശരിയാണ്. ഇപ്പോൾ സാറ് പറഞ്ഞല്ലേ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ അമേരിക്കയിലാണെങ്കിലും അവിടെയുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഒന്നുകൂടി ഒരുപാട് സ്ഥലങ്ങളിൽ പോകാം. യോഗിയുടെ ആത്മകഥയിൽ ഇത് വിവരിക്കുന്നുണ്ടല്ലോ. ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ മുജ്ജന്മത്ത് സാധിക്കാതിരുന്ന ഒരാഗ്രഹം, ഒരു കൊട്ടാരത്തിൽ ജീവിക്കുക, ഒരു ദിവസം അവിടെ രാജാവിനെ പോലെ കഴിയുക എന്നുള്ള ഒരു ആഗ്രഹം ഗുരു സാധിച്ചു കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ദർശനം കൊടുത്തിട്ട് ബാബാജി നേരിട്ട് വന്ന് അത് സാധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. കൊട്ടാരത്തില് ഭക്ഷണവും എല്ലാ സൗകര്യവും സ്വർണം കൊണ്ടുള്ള കൊട്ടാരം, രാജാവായി ജീവിക്കുക എന്നുള്ളത് മുജ്ജന്മത്തെ ഒരു ആഗ്രഹമായിരുന്നു, അത് നടക്കാതെ പോയി. അപ്പൊ അത് സാധിക്കാനാണ് ഞാൻ എന്നെ പട്ടാളത്തിൽ ഇവിടേക്ക് വരുത്തിച്ചത് എന്ന് തന്നെ പറഞ്ഞിട്ട് ആ ഒരു അനുഭവം കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമ്മുടെ ഉള്ളിലുണ്ട് ഈ കൊട്ടാരങ്ങളും. അവിടെ എന്തൊക്കെയാണോ നമുക്ക് ആവശ്യമുള്ളത് അതെല്ലാം നമ്മുടെ തലച്ചോറ് തന്നെയുണ്ട്. അപ്പോൾ അവിടേക്ക് അത് ചുഴിഞ്ഞിറങ്ങുകയും അത് കണ്ടെത്തുകയും അവിടെ വെച്ചിട്ട് തന്നെ അത് ആസ്വദിക്കുകയും ചെയ്യാം. ശരിയാണ്. ഓക്കെ. ചില സ്വപ്നങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ യഥാർത്ഥത്തിൽ ഫീൽ ചെയ്തതായിട്ട് തോന്നില്ലേ? പിന്നെ എല്ലാം യഥാർത്ഥത്തിൽ തന്നെയാണ്. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒന്നും കാണാത്തപ്പോൾ സങ്കടം വരും. അപ്പോൾ സങ്കടം വരുമോ, അത് സ്വപ്നമായിരുന്നു അല്ലേ എന്ന്. അതെ അതെ, ചിലത് സന്തോഷവും വരും, ചിലത് സന്തോഷം വരും, ചിലത് ദുഃഖം വരും, ചിലത് നിരാശ വരും. ശരിയാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം എനിക്ക് സാധിച്ചെടുക്കാൻ, എൻ്റെ സ്വപ്നങ്ങളെ ഉപയോഗിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ശരിയാണ്. ഏത് കാര്യവും അതിനൊരു, അതായത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്വപ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ സ്വപ്നങ്ങളിലൂടെ യാത്ര ചെയ്താൽ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ എന്താണോ കാണേണ്ടത്, എന്താണോ അനുഭവിക്കേണ്ടത്, ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. ആ ഫീലിംഗ് മാത്രമാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും. നമ്മൾ സ്കൂളിൽ പോയി പഠിച്ചു, വീണ്ടും വിവാഹം ചെയ്തു, കുട്ടികളായി, ഇങ്ങനെ ജീവിച്ചു പോകുന്നുണ്ടല്ലോ. എല്ലാം ഇതേപോലെ ഒരു സ്വപ്നമായിട്ട് ചിന്തിക്കാവുന്ന അനുഭവങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ. അത് നടന്നിരുന്നു എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് 100% ആത്മാർത്ഥമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നടന്നു തന്നെയാണ്. അതേപോലെ ഏത് നടക്കാത്ത കാര്യവും ഒരു സ്വപ്ന ദർശനത്തിലാണെങ്കിലും അത് നടന്നു എന്ന് ശരിക്കും ഫീൽ ചെയ്താൽ ആ അനുഭവം യഥാർത്ഥം തന്നെയാണ്. ശരിയാണ്. അല്ല സാർ, അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ യോഗിയുടെ ആത്മകഥയിൽ ലാഹിരി മഹാശയൻ അങ്ങനെ ഒരു കൊട്ടാരത്തിൽ ബാബാജി എത്തിക്കുന്നുണ്ടല്ലോ, കൊട്ടാരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം അത് വായിച്ചപ്പം ഞാൻ തന്നെ ചിന്തിച്ച കാര്യമാണ്, ശരിക്കും ആ കൊട്ടാരം അവരുടെ സൂക്ഷ്മ ശരീരത്തിലെ ഒരു സങ്കല്പമാണോ, അല്ലെങ്കിൽ ശരിക്കും പ്രകൃതിയിൽ അവർ കൂടുതലും എനിക്ക് തോന്നുന്നു ക്വാണ്ടം തിയറിയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, സയന്റിഫിക്കലി ശരിക്കും ഉണ്ടാക്കിയതാണോ? അത് എന്താ സയന്റിഫിക്കലി ഉണ്ടാക്കിയതാവാൻ സാധ്യതയില്ല. നമുക്ക് നാരദന്റെ ഒരു പുരാണത്തിൽ എവിടെയാണെന്ന് ഇപ്പം ഞാൻ ഓർക്കുന്നില്ല, ഒരു കഥയുണ്ട്. ഒരു രാജാവ് വേട്ടയാടാൻ പോയതാണ്. അപ്പോൾ നാരദരെ കണ്ടുമുട്ടുന്നു. അതോ ഇനി നാരദർക്കാണോ ഈ ഫീലിംഗ് കൊടുത്തത് എന്നും അറിയില്ല. അപ്പോൾ അവിടെ മായ എന്താണ് എന്നൊരു ചോദ്യം ഉണ്ടായി. മായ എന്താണെന്നുള്ള ചോദ്യത്തിന് ഇദ്ദേഹം ഉത്തരം പറയാം, താങ്കളൊന്ന് ആദ്യം പോയി കുളിച്ചു വരുമെന്ന് പറഞ്ഞു. ഒന്ന് ആ കുളത്തിൻ്റെ അരികെയാണ് നിൽക്കുന്നത്, പോയിട്ട് കുളിച്ചിട്ട് വരൂ, മായ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം, അനുഭവിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നാരദരെ മുങ്ങി എഴുന്നേറ്റപ്പോൾ ഇയാളൊരു സ്ത്രീയാണ്. കഴിഞ്ഞ കാലങ്ങൾ മുഴുവൻ ഇദ്ദേഹം മറന്നു. അപ്പോൾ മുങ്ങി എഴുന്നേറ്റ് ആ സമയത്താണ് ഒരു രാജാവ് കുതിരപ്പുറത്ത് കുളത്തിൻ്റെ അടുത്തൂടെ വരുന്നത്. അപ്പോൾ രാജാവിന് ഈ സുന്ദരിയായ യുവതിയെ കണ്ടു, ഇഷ്ടമായി. എന്നിട്ട് ഞാൻ കൊട്ടാരത്തിലേക്ക് പട്ടമഹിഷിയായിട്ട് കൊണ്ടുപോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഈ രാജാവിൻ്റെ കൂടെ ഈ യുവതി കൊട്ടാരത്തിലേക്ക് പോയി അവിടെ റാണിയായിട്ട് ഒരുപാട് കാലം ജീവിച്ചു, കുട്ടികളൊക്കെയായി. അങ്ങനെ അതിഭയങ്കരമായ പ്രകൃതിക്ഷോഭം ഉണ്ടായി, അയൽപ്പക്കത്തു നിന്നുള്ള ആക്രമണം ഉണ്ടായി. അങ്ങനെ കൊട്ടാരവും രാജാവുമെല്ലാം കൊല്ലപ്പെട്ടു, കുട്ടികൾ
തൻ്റെ കൺമുന്നിൽ വെച്ച് ഈ സ്ത്രീയുടെ അവരെ ഭാവി തലമുറകൾ കംപ്ലീറ്റ് കൊല്ലപ്പെട്ടു. അങ്ങനെ ഈ സ്ത്രീ അലമുറയിട്ട് കരയാണ്. അലമുറയിട്ട് കരയുന്ന സമയത്ത് നാരദർ വന്നിട്ട് കുളത്തിൻ്റെ പടവിറങ്ങിയിട്ട് തട്ടി എന്താ ഇരുന്ന് കരയുന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് ആലോചിക്കുന്നത് ഞാനൊന്ന് മുങ്ങി നിവർന്നിട്ടേ ഉള്ളൂ എന്ന്. മായായിരുന്നു. ഇത്രയും കാലം അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ്, അതായത് ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി, കുട്ടികളായി രാജകൊട്ടാരത്തിൽ സുഖമായി ജീവിച്ചു, ഒന്ന് മുങ്ങി എഴുന്നേറ്റ സമയമാണ്. ഇതേപോലെ മഹത്തുക്കൾക്ക് അനുഭവങ്ങൾ കൊടുക്കാൻ പറ്റും. രസകരമാണല്ലേ സാർ ഈ ഒരു കാര്യം? അതാണ് പറഞ്ഞത്, സ്വപ്നങ്ങളെ നമുക്ക് അനുയോജ്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ, നമുക്ക് ആവശ്യമുള്ള സ്വപ്നങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ളൊരു വിദ്യയൊക്കെ ഉണ്ട് സാർ. അത് ഞാൻ പ്രാണവിദ്യയിൽ അത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ആഗ്രഹങ്ങൾ അങ്ങനെ സാധിച്ചാൽ പോരെ. ലൂസിഡ് ഡ്രീംസ് എന്നൊക്കെ പറയുന്നത്, ലൂസിഡ് ഡ്രീംസ് നമ്മൾ ഉണർന്നു വരുമ്പോഴുള്ള ഉറക്കിനും ഉണർവിനും ഇടയ്ക്കുള്ള ഒരു സമയത്ത് സ്വയം സൃഷ്ടിക്കുന്നതാണ്. അത് പ്രാക്ടിക്കൽ ആണോ? അതിനെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. അതിനെ ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. അതിൻ്റെ ഒരു വകഭേദം തന്നെയാണ് നമ്മൾ ഇവിടെ മെഡിറ്റേഷനിലൂടെ ചെയ്യുന്നത്, അനുഭവങ്ങളിൽ കാണിച്ചു കൊടുക്കുന്നത്. ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമല്ലോ. ഞാൻ കേട്ടിട്ടുണ്ട് ബാങ്കിലൊക്കെ ഈ നമ്മൾക്കിപ്പോൾ കൊള്ള നടത്തുന്ന ആൾക്കാരൊക്കെ ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ ഇവർക്ക് ശരിക്കും ലൂസിഡ് ഡ്രീമിൽ കൂടെ അങ്ങനെ പോകാൻ പറ്റും എന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്താൻ പറ്റും. അത് കുറേ സാധനങ്ങൾ വേണം, അതിൻ്റെതായ ഒരു പ്രത്യേക സാധന തന്നെ വേണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഷഡാധാര പ്രാണവിദ്യയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഏത് കാര്യമാണ് എന്നുള്ളതിനനുസരിച്ചാണ് അയാളുടെ ഏത് ചക്രത്തെ ആക്റ്റീവ് ആക്കണം എന്നുള്ളത് അറിയേണ്ടത്. അതൊരു ഗുരുവിനെ അറിയാനും പറ്റുള്ളൂ. അതിൻ്റെ ഒരു ഡയറക്ഷൻ മാത്രമാണ് മറ്റേ കൊടുക്കുന്നത്. ശരിയാണ്. ഓക്കെ. പക്ഷേ സാർ, ഈ സാധകന്മാരൊക്കെ എവിടെ വെച്ചാണ് കുടുങ്ങി പോകുന്നത്? അവർ, എനിക്ക് തോന്നുന്നു, നമ്മുടെ സാധന ചെയ്യുന്ന ഒരു ടൈമിൽ അവരവരുടെ ലക്ഷ്യത്തിന് എത്തുന്നതിൻ്റെ മുൻപേ സിദ്ധികളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുടുങ്ങി അങ്ങനെ നഷ്ടപ്പെട്ടു പോകാറില്ല അവരുടെ ഒരു ലക്ഷ്യം. ഞാനൊരു പണ്ടെഴുതിയ ഒരു ചെറുകഥയുണ്ട്. അതായത് കാട്ടിൽ ജീവിച്ചിട്ടുള്ള ഒരു ഭാര്യയും ഭർത്താവും, അവർക്ക് കടൽ കാണണം. കടൽ കാണുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ കടലിലേക്കുള്ള യാത്ര അവർ കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്തു. പല 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 കാരണങ്ങൾ കൊണ്ട് നമ്മളൊരു കാര്യത്തിന് പ്രത്യേകമായിട്ട് ഒരുങ്ങുമ്പോൾ പ്രകൃതി നമുക്ക് മുന്നിൽ ഒരുപാട് തടസ്സങ്ങൾ വാരി വിതറും. സ്വാഭാവികമാണത്. അത് പ്രകൃതിയുടെ ഈ ധർമ്മം എന്ന് പറയുന്നതിൽ വിടുന്ന ഒരു നിയമമാണത്. അതായത് നമ്മളൊരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങിയാൽ ആ നിമിഷം മുതൽ അതിനെ തടയിടാൻ, കാരണം പ്രകൃതിക്ക് വിരുദ്ധമായിട്ടാണ് നമ്മൾ ആ കാര്യം ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ജന്മനിയോഗത്തിലുള്ളതായിരിക്കില്ല, അല്ലെങ്കിൽ പ്രകൃതി ആഗ്രഹിക്കുന്ന നമ്മുടെ ആഗ്രഹപ്രകാരമുള്ള കാര്യമായിരിക്കും. അപ്പോൾ അതിന് പ്രകൃതി പഞ്ചഭൂതങ്ങൾ നമുക്ക് ഇത് തടസ്സം നിൽക്കും. ആ തടസ്സങ്ങളെ അതിജീവിക്കാൻ ശേഷിയില്ലാത്തവൻ അവിടുന്ന് പിരിഞ്ഞു പോകും, കുടുങ്ങിപ്പോകും. അപ്പോൾ ഈ ഭാര്യയും ഭർത്താവും കൂടി കടൽ കാണാൻ പുറപ്പെട്ടു. കാടിറങ്ങി ചുറ്റുമുള്ള നല്ല നല്ല കാഴ്ചകൾ, അതുവരെ കാണാത്ത നാട്ടുപ്രദേശം, വയലേലകൾ, പുതിയ പുതിയ വസ്ത്രധാരണ ഉള്ള ആളുകൾ, അങ്ങനെ പല കാഴ്ചകൾ കണ്ട്. അപ്പോൾ ചിലപ്പോൾ ആരെങ്കിലും ഭക്ഷണം കഴിക്കാൻ വിളിക്കും, ആ ദിവസം അവിടെ തങ്ങും. അങ്ങനെ അടുത്ത ദിവസം വേറൊരു സ്ഥലത്തെത്തും. അങ്ങനെ അവിടെ സുന്ദരികളായ സ്ത്രീകളുണ്ടാവും, അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാർ ഇപ്പുറത്തുണ്ടാവും. അവരുമൊക്കെ ആയിട്ട് കുറേ നേരം രണ്ടുപേരും സല്ലപിക്കും. അങ്ങനെ പട്ടണത്തിലെത്തി. പട്ടണവും കഴിഞ്ഞിട്ടാണ് പിന്നെയും പോകണം. പട്ടണത്തിലെത്തിയപ്പോൾ അവിടെ വാഹനങ്ങളുടെ പ്രകടനങ്ങൾ, പുതിയ കാണാത്ത പല കാഴ്ചകളും. അപ്പോൾ അതിൽ പലരും പല ആവശ്യങ്ങൾക്കുമായിട്ട് ഇദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ അവരതിന് പ്രതിഫലമായിട്ട് പണം നൽകി, ഭക്ഷണം നൽകി. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അവരാ നഗരവാസിയായി മാറി. ഞങ്ങൾ എന്തിനായിരുന്നു വന്നത് എന്ന് രണ്ടുപേരും മറന്നു. കടൽ കാണാൻ വന്നതായിരുന്നു, പക്ഷേ അവരവിടെ കുടുങ്ങിപ്പോയി. അവരെ നഗരവാസി ലക്ഷ്യം മറന്നുപോയി. ഇതാണ് നമ്മുടെയൊക്കെ സാധനങ്ങളിൽ പലപ്പോഴും നമ്മൾ വഴിയിൽ വെച്ച് കുടുങ്ങി. വഴിയിൽ നിന്ന് ഇതുപോലെ മിഠായികൾ തരും, മധുരങ്ങൾ കിട്ടും. ശരിയാണ്. ആത്മീയ സാധനയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പല പല പ്രലോഭനങ്ങളും നമ്മളെ വന്ന് ചാടി വീഴും. എനിക്ക് ഇത്രയും ചിരി വരാൻ കാരണം ഞാൻ കുറെ കുടുങ്ങിയിട്ടുണ്ട് സർ. ഓക്കെ, എക്സ്പീരിയൻസ് ആണ്. അപ്പം അങ്ങനെയുള്ള മധുരങ്ങളിൽ നുണയാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ യാത്ര അവിടെ നിന്നു. പിന്നെ നമ്മൾ ഈ വിട്ടുകഴിഞ്ഞാൽ ആദ്യം തന്നെ താഴെ എത്തും വീണ്ടും. അതെ അതെ.
മരത്തിൽ കയറിയിട്ട് മുകളിൽ നിന്ന് പിടുത്തം വിട്ട് കഴിഞ്ഞാൽ താഴെ എത്തും, വീണ്ടും കയറി വരണം. ആ സ്റ്റേജിലാണ് പലരും ജീവിതം അവസാനിപ്പിക്കുന്നത്. എവിടെ തുടങ്ങിയോ അവിടെ തന്നെ നിൽക്കുകയാണ് പലരും ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ കുറച്ച് കയറി ആ ഒരു ലെവലിൽ വെച്ചിട്ടാണ് നമ്മുടെ ജീവിതം അവസാനിക്കുന്നതെങ്കിൽ അടുത്ത ജന്മത്തിൽ ബാക്കി കയറിയാൽ മതി. ശരിയാണ്. അങ്ങനെ അതാണ് നമ്മുടെ അർഹത എന്ന് പറയുന്നത്. കഴിഞ്ഞ ജന്മം നമ്മൾ എത്രമാത്രം ആർജിച്ചുവോ, എത്രമാത്രം പഠിച്ചുവോ, എത്രമാത്രം സ്വന്തമാക്കിയോ, ആ ഒരു പടിയിൽ 18 പടികളുണ്ടല്ലോ, 18ാം പടിയിലെത്തിയിട്ട് അവിടെ നിന്നും കടന്നു പോകണം, കുറച്ചുകൂടി പോകണം ഭഗവാനെ കാണാൻ. 18ാം പടി കയറി അവിടെ നിന്ന് കഴിഞ്ഞാൽ ഭഗവാനെ കാണില്ല, പിന്നെയും കുറേ ഉള്ളോട്ട് പോകണം. അവിടെ പോയാലേ ദർശനം കിട്ടുള്ളൂ. അപ്പോൾ ഈ 18 പടി ഇറങ്ങിയാലും അവിടുന്ന് ഒന്ന് വഴിക്ക് പോയാൽ മതി, താഴെ 1ാമത്തെ പടിയിലെത്തും. പലർക്കും സംഭവിക്കുന്നത് ഇതാണ്. പക്ഷെ അതേക്കുറിച്ചൊന്നും നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മുടെ ഗുരുനാഥന്മാരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. എന്നാലും സാറിന് ഞാനിപ്പോൾ നേരത്തെ ചോദിച്ചു, സിദ്ധികളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതായത് നമ്മൾക്ക് ഈ സാധനയിൽ കിട്ടുന്ന സിദ്ധികൾ ഈ സാധനയുടെ വഴിയിൽ നമുക്ക് ഇട്ട് തരുന്ന മിഠായികളാണ്, ഒന്നിലും കയറി കൊത്തരുത്. പക്ഷെ അത് കാണുമ്പോൾ ഒരു രസകരമായിട്ട് തോന്നും. രസമാണ്. നമ്മളിപ്പോൾ കയ്യിൽ നിന്ന് ആപ്പിൾ എടുക്കുക, അങ്ങനെയൊക്കെ ശരിക്കും സംഭവിക്കുന്നതല്ലേ? അത് മാജിക് ആണോ? അത് വെറും മാജിക്കുകളാണ് അതൊക്കെ. അതല്ലാതെ തന്നെ യഥാർത്ഥത്തിൽ ഈ ലാഹിരി മഹാശയൻ ഉണ്ടായിട്ടുള്ള ആ അനുഭവം പോലത്തെ അതുപോലും ഒരു തരം ഇലൂഷൻ, ഹിപ്നോട്ടിക് അവസ്ഥയിൽ ആ വ്യക്തിയെ എത്തിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കെട്ടിടം അവിടെ ഉണ്ടാവില്ല. പക്ഷേ ഞാൻ അവിടെ എത്തി, ഞാൻ പലപ്പോഴും വളരെ ഗ്രൂപ്പായിട്ടുള്ള മാസ് സ്റ്റുഡൻസിനൊക്കെ ഹിപ്നോട്ടൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് അവരെ ഒരുപാട് അനുഭവങ്ങളിലേക്ക് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് താൽക്കാലികമായിട്ട്. നിങ്ങളിപ്പോൾ വീട്ടിലാണെന്നൊക്കെ പറഞ്ഞാൽ ആ വീട്ടിൽ പെരുമാറുന്ന പോലെ കുട്ടികൾ പെരുമാറും. എൻ്റെ കുട്ടിക്കാലത്ത് ഞാനൊരു മജീഷ്യൻ്റെ ഹിപ്നോട്ടിസം കണ്ടിട്ടുണ്ട് സ്റ്റേജിൽ വെച്ചിട്ട്. 4 മുസ്ലിം കുട്ടികളെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവരോട് നിങ്ങളിപ്പോൾ ശബരിമലയ്ക്ക് നോയമ്പെടുത്തിട്ട് മല കയറിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. വേറെ ഒന്നും അദ്ദേഹം ഇൻസ്ട്രക്ഷൻ കൊടുത്തില്ല. ഈ 4 കുട്ടികളും ശരണം വിളിക്കാൻ തുടങ്ങി, സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞിട്ട്. അവർ കയറ്റം കയറുകയാണ്. ആ അവസ്ഥ അവർക്ക് ആ അനുഭവം ഏതാനും നിമിഷങ്ങൾ കൊണ്ട് കൊടുത്തു. അപ്പോൾ അവരുടെ തലച്ചോറിൽ അവരെ ആദ്യം ഫീഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മലകയറ്റമുണ്ട്, അല്ലെങ്കിൽ ഒരു ശബരിമലയുണ്ട്, അല്ലെങ്കിൽ ഒരു സ്വാമി അയ്യപ്പനുണ്ട്. ആ അയ്യപ്പനാണ് അവർ കാണുന്നത്. അവർ തന്നെയാണ് അതിൻ്റെ സൃഷ്ടാക്കൾ, അല്ലാതെ ആ ഹിപ്നോട്ടൈസ് ചെയ്ത വ്യക്തിയല്ല. തൻ്റെ ഉള്ളിൽ ഈ എല്ലാ അറിവുകളും, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാഴ്ചകളും, ഈ സൗരയൂഥത്തിലുള്ള എല്ലാ കാഴ്ചകളും, ഭൂമിയിലുള്ള എല്ലാ കാഴ്ചകളും, നമ്മുടെ നാട്ടിലും വീട്ടിലും ഒക്കെയുള്ള എല്ലാ കാഴ്ചകളും കുട്ടിക്കാലം മുതൽക്കേ നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അതെല്ലാം വളരെ സൂക്ഷ്മ രൂപത്തിൽ ഇങ്ങനെ തലച്ചോറ് സൂക്ഷിക്കുന്നുണ്ട്. ആ സൂക്ഷിച്ച സ്ഥലത്ത് ചെന്ന് തൊടുക മാത്രമാണ് ആ അനുഭവത്തിൻ്റെ കാര്യം. എനിക്ക് തോന്നുന്നു സാർ, ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഭയങ്കര ഹിപ്നോസിസിൻ്റെ ഒക്കെ വീഡിയോ ഭയങ്കര ഇതാണ്. നമ്മൾ മരിച്ചുപോയ നമ്മുടെ അച്ഛനാണെങ്കിലും വേണ്ടപ്പെട്ടവരെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അത് അവർക്ക് അനുഭവപ്പെടുകയാണെങ്കിലും അത് അവർ യാഥാർത്ഥ്യമായിട്ടാണ് അപ്പോൾ കാണുന്നത്. അപ്പം ശരിക്കും എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അത് ചിന്തിച്ച് നോക്കുമ്പോൾ അങ്ങോട്ട് കാർഡ് കയറി പോവും. അതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ അവർ ആ മാതാപിതാക്കളെ കുറിച്ച് അവർ മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ള ചില ഭാവന കാര്യങ്ങളാണ് നടക്കുന്നത്. എന്നാൽ ആത്മാവിനെ വിളിച്ചു വരുത്തുക എന്നുള്ളത് അസംഭാവ്യമല്ല. അപ്പോൾ ഓജോ ബോർഡൊക്കെ സത്യമാണ്. ഓജോ ബോർഡിനെ പറ്റി എനിക്ക് ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. പക്ഷേ ആത്മാക്കളുണ്ട്. അത് കാണണമെങ്കിൽ നമ്മുടെ സാധാ കണ്ണുകൊണ്ടല്ല അത് കാണുക. എന്നാൽ സാധാ കണ്ണുകളെ, നമ്മുടെ യഥാർത്ഥ കണ്ണുകളെ അതിന് പ്രാപ്തമാക്കുന്ന സാധനാരീതികളുണ്ട്. അപ്പം അത്തരം സാധനാരീതികളൊന്നും പഠിക്കാതെ ഇതെല്ലാം തെറ്റാണ് എന്ന് പറയുന്നത് ശരിയല്ല. നമ്മൾ ഇവിടെ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ഒരേ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, തൊട്ടടുത്ത ഹോട്ടലിൽ നിന്ന് കഴിക്കാതെ ശരിയല്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഒന്ന് കഴിച്ചു നോക്കണ്ടേ, ജസ്റ്റ് അത് പറയണമെങ്കിൽ അല്ലേ? അങ്ങനെയാണ് പല ആളുകളും. കാരണം അവർ എല്ലാം കണ്ണടച്ച് ഇല്ല എന്ന് പറയുന്നു. പക്ഷെ അവർ അനുഭവിച്ചെങ്കിലല്ലേ അത് യഥാർത്ഥത്തിൽ മനസ്സിലാവുള്ളൂ. ആ അനുഭവങ്ങൾ ഇല്ലാത്തവരാണ് വെറുതെ വിമർശിക്കുന്നത്. എന്നാൽ അത്തരം അനുഭവങ്ങൾ വ്യാജ്യമായി സൃഷ്ടിച്ചിട്ട് ആളുകളെ പറ്റിക്കുന്ന ഒരുപാട് ആളുകളുമുണ്ട്. തീർച്ചയായിട്ടും ഒരു വ്യക്തിക്ക് അത്തരം ഒരു സാധനയുടെ ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടാവുള്ളൂ. ആ എത്താത്ത ആൾ
ആ എത്തിയ ആളെ അവിടെ കണ്ടതെല്ലാം അയാൾ പറയുന്നതെല്ലാം തെറ്റെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ശരിയാണ്. പിന്നെ യഥാർത്ഥ അനുഭവം ഉണ്ടാകുമ്പോൾ ഒരു ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കഥയുണ്ട്. അതായത് രണ്ടുപേര് നടന്നു പോവുകയാണ്. രണ്ടുപേരും നടന്ന് പോകുമ്പോൾ അത് മരണത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് പലയിടത്തും അത് അപ്ലിക്കബിളാണ് ഈ കഥ. അപ്പോൾ അവിടെ ഒരു വലിയ ചുറ്റുമതിൽ കണ്ടു. അപ്പോൾ അതിനുള്ളിൽ നിന്ന് ഭയങ്കരമായ പൊട്ടിച്ചിരികൾ, ആഘോഷങ്ങൾ, ചെണ്ടകൊട്ട്, ആഹ്ലാദപ്പാടങ്ങൾ, മ്യൂസിക്, പിന്നെ ചലങ്കയുടെ ശബ്ദം, അവിടെ നൃത്തം നടക്കുന്നു എന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ അവർക്ക് ഇതിനുള്ളിൽ അതൊന്ന് കാണണം, അവിടെ ഒന്ന് എത്തണം എന്ന് വിചാരിച്ചു. ചുറ്റും നടന്നു നോക്കി, പക്ഷെ എവിടെയും ഇതിന് ഗേറ്റ് ഇല്ല. ആ മതിലിൻ്റെ മുകളിലേക്ക് കയറാനും യാതൊരു നിവൃത്തിയില്ല. പക്ഷേ അവിടുന്ന് അങ്ങനെ നിരാശരായി പിന്തിരിഞ്ഞു പോരുമ്പോൾ വീണ്ടും മനസ്സ് പറയാണ് ഒന്നുകൂടി പോയി നോക്കാം എന്ന്. അങ്ങനെ ഒരാൾ എന്തൊക്കെ കുറേ കല്ലുകളൊക്കെ അടുക്കി കൂട്ടി അതിൻ്റെ മുകളിൽ ഒരാൾ കയറി, അയാളുടെ ചുമലിൽ മറ്റൊരാൾ കയറി. അപ്പോൾ അയാൾ അങ്ങോട്ട് മതിലിൻ്റെ മുകളിലൂടെ അപ്പുറത്തേക്ക് ഏന്തി നോക്കി. കണ്ട ഉടനെ അയാൾ ഹായ് എന്നും പറഞ്ഞിട്ടാവും എടുത്തൊരൊറ്റ ചാട്ട അപ്പുറത്തേക്ക്. എന്തായിരുന്നു ചോദിക്കണേ, അയാൾ പറയേണ്ടത് കണ്ട കാര്യം. ആ കണ്ട കാര്യം പറയാൻ പോലും സമയം കിട്ടാതെ അയാൾ അത്രയും ആഹ്ലാദത്തോടെ അതിലേക്ക് ചാടി. മരണം അത്രയും ആനന്ദകരമാണെന്ന് പറയാനാണ് ഗുരുനാഥൻ അത് പറഞ്ഞത്. അവിടെ പോയവർ പിന്നെ തിരിച്ചു വന്ന് പറഞ്ഞിട്ടില്ല. ശരിയാണ്. ഇതാണ് ആത്മീയ സാധനയിൽ പലരും അനുഭവിക്കുന്ന കാര്യങ്ങളും ഇതുപോലെയാണ്. നമുക്കത് തിരിച്ചു വന്ന് പറയാൻ, അല്ലെങ്കിൽ പലതും വാക്കുകൾക്ക് അതീതമാണ്. ഒരു ആത്മീയ അനുഭവം എന്ന് പറയുന്നത് വാക്കുകൾക്ക് അതീതമാണ്. ശരിയാണ്. ധ്യാനത്തിൽ പോലും പലർക്കും പല അനുഭവങ്ങളാണ്. ഇപ്പൊ ഒരാളുടെ എക്സ്പീരിയൻസ് ആവില്ല വേറൊരാളുടെ. ഞാൻ കണ്ണടയ്ക്കുമ്പോൾ എന്ത് കാണുന്നു വെച്ചാൽ പലരും പലതും കാണും. അവരുടെ ഉള്ളിലെ ഒരു അനുസരിച്ചായിരിക്കും അല്ലേ. അതായത് ഒന്ന് നമ്മൾ മാതാപിതാക്കളിൽ നിന്ന് ഉള്ള അനുഭവങ്ങളും ഓർമ്മകളും അറിവുകളും നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇത് നമ്മുടെ തലച്ചോറിലുണ്ട്. പിന്നെ നമുക്ക് പാരിസ്ഥിതികമായിട്ട് കിട്ടുന്ന കുറേ അറിവുകളുണ്ട്. അതായത് ജനിച്ചതിന് ശേഷം അച്ഛനമ്മമാരിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന്, ഗുരുനാഥന്മാരിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, വിദ്യാഭ്യാസത്തിലൂടെ അങ്ങനെ കിട്ടുന്ന കുറേ അറിവുകളുണ്ട്. പിന്നെ നമ്മൾ ചുറ്റും സോഷ്യൽ മീഡിയയിലും അങ്ങനെ എല്ലാം കണ്ടും അനുഭവിച്ചും അറിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടി സങ്കരമായിട്ട് തലച്ചോറ് കിടക്കുകയാണ്. ഇതിൻ്റെ എല്ലാം ഒരടിത്തറയിൽ നിന്നുകൊണ്ടാണ് പുതിയൊരു കാര്യം വരുമ്പോൾ നമ്മളതിനെ നോക്കിക്കാണുക. അതുകൊണ്ടാണ് തീവ്രവാദികൾ ഉണ്ടാവുന്നത്. തീവ്രവാദം എന്ന് പറയുമ്പോൾ അത് നമ്മൾ മതപരമായിട്ടുള്ള ആ തീവ്രവാദം മാത്രമല്ല, നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഏത് കാര്യത്തിലും ഒന്നിൽ തീവ്രമായിട്ട് അള്ളിപ്പിടിച്ച് വാദിക്കുക എന്ന് പറഞ്ഞാൽ തീവ്രവാദം തന്നെയാണ്. ആദ്യമായിട്ടാണ് അങ്ങനെ കേൾക്കുന്നത്. തീർച്ചയായിട്ടും. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറയുന്നതാണ് തീവ്രവാദം. ശരിയാണ്. തീവ്രമായി വാദിക്കുക, അത്രയേ അതിന് അർത്ഥമുള്ളൂ. അത് നമ്മൾ ഒരു വിഭാഗം ജനതയുടെ മേൽ കെട്ടിവെച്ച് അവരൊക്കെ തീവ്രവാദികൾ എന്നൊക്കെ പറയുന്ന രീതിയിലുണ്ടല്ലോ. അതല്ല, എല്ലാവരും ചില കാര്യങ്ങളിൽ നമ്മളെല്ലാം തീവ്രവാദികളാണ്.